സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ മാത്സ് ഫസ്റ്റ് യൂണിറ്റ് ആണ് കേട്ടോ ഒന്ന് നോക്കുന്നത്. യൂണിറ്റിന്റെ പേര് ഷേപ്സ് ഇൻ ദ കിച്ചൺ. എന്താ ഷേപ്സ് ഇൻ ദ കിച്ചൺ എന്ന് പറഞ്ഞാല് അടുക്കളയിലെ രൂപങ്ങൾ അല്ലെ. അപ്പൊ ഫസ്റ്റ് തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു കിച്ചൺ ആണ് അല്ലെ. അവിടെ നമുക്ക് ആരെയൊക്കെ കാണാം, ഒരു അമ്മേനെ കാണാം, പിന്നെ രണ്ട് കുട്ടികളെ കാണാം, പിന്നെ കുറെ ഷേപ്സിലുള്ള സാധനങ്ങൾ കാണാം ഇല്ലേ. ഇനി എന്താ അവിടെ ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഓൾ തിങ്സ് ഡു യു സീ ഇൻ ദ കിച്ചൺ? ആർ ഓൾ ഓഫ് ദം ഓഫ് ദ സെയിം ഷേപ്പ്? എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങൾ കിച്ചണിൽ കാണുന്നത് എന്നാണ് അല്ലെ. നിങ്ങളാ കാണുന്നത് നമുക്ക് നോക്കാം അല്ലെ. എന്തൊക്കെയാ, കപ്സ് ഉണ്ട്, പ്ലേറ്റ്സ് ഉണ്ട്, സ്പൂൺസ് ഉണ്ട്, കുക്കിംഗ് പോട്ട് കാണാം അല്ലെ, ദെൻ സ്റ്റൗ ഉണ്ട്, പിന്നെ എന്തൊക്കെയാ, ബോക്സ് കാണാം, ഷെൽഫ് കാണാം, ടവല് കാണാം, വിൻഡോ കാണാം, മഗ്സ് കാണാം, ജാസ് കാണാം, പിന്നെ സ്റ്റൂളുകൾ കാണാം അല്ലെ. ഒക്കെ അല്ലേ കാണുന്നത്. അങ്ങനെ കുറെ ഐറ്റംസ് നമുക്ക് കാണാണ്ട് അല്ലെ. ദെൻ ആർ ഓൾ ഓഫ് ദം ഓഫ് ദ സെയിം ഷേപ്പ്? എല്ലാം ഒരേ ഷേപ്പിലാണോ ഉള്ളത്? അല്ല അല്ലെ. നോ ഓൾ തിങ്സ് ആർ ഓഫ് ഡിഫറെന്റ് ഷേപ്സ് അല്ലെ. എല്ലാ ഐറ്റംസും എങ്ങനെയാ, ഡിഫറെന്റ് വ്യത്യസ്ത ആകൃതിയിലാണ് അല്ലെ, രൂപത്തിലാണല്ലേ ഉള്ളത്. ഇവിടെ താഴെ എന്താണ് ഡിഫറെന്റ് ഷേപ്സ് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഫസ്റ്റ് ഷേപ്പ് നമ്മൾ പറയാ എന്താണ്, ക്യൂബോയിഡ് ഷേപ്പ് ആണ്. സെക്കൻഡ് വണ് സിലിണ്ടറിക്കൽ ഷേപ്പ് ആണ്. തേർഡ് വണ് പറയാ ട്രയാങ്കുലർ പ്രിസം എന്നാണ് കേട്ടോ. ഇനി എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കൂ, മാർക്ക് ദോസ് ഓഫ് ദിസ് ഷേപ്പ് വിത്ത് എ ഡോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ക്യൂബോയിഡ് ഷേപ്പിലുള്ള ഐറ്റംസിനൊക്കെ എന്ത് ചെയ്യുക, ഡോട്ട് വെച്ചിട്ട് മാർക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ആ കിച്ചണിലെ ഫസ്റ്റ് നമുക്ക് പിക്ചർ കൊടുത്തിട്ടില്ല, ഒരു കിച്ചന്റെ പിക്ചർ. അതിൽ ഈ ക്യൂബോയിഡ് ഷേപ്പുള്ള ഐറ്റംസ് ഏതൊക്കെയാ നോക്കുക, അതിനൊക്കെ ഒരു ഡോട്ട് മാർക്ക് ചെയ്യുക കേട്ടോ. ഇതിലെ ക്യൂബോയിഡ് ഷേപ്പ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ ഉള്ളത്? അവിടെ എന്താണ്, കിച്ചൺ കൗണ്ടർ ടോപ്പ്, അത് ക്യൂബോയിഡ് ഷേപ്പ് ആണ്. കിച്ചൺ കൗണ്ടർ ക്യൂബോയിഡ് ഷേപ്പ് ആണ്. പിന്നെ അതിന്റെ മുകളിൽ ഇരിക്കുന്ന ഒരു ബോക്സ്, അത് ക്യൂബോയിഡ് ഷേപ്പ് ആണ്. ഇതാണ് ഷെൽഫ്, ക്യൂബോയിഡ് ഷേപ്പ് ഉണ്ട് അല്ലെ. അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്, അതിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡോട്ട് ഇടുക കേട്ടോ. പിന്നെ സെക്കൻഡ് ഷേപ്പ് എന്താണ്, സിലിണ്ടറിക്കൽ ഷേപ്പ് ആണ് അല്ലെ. മാർക്ക് ദോസ് ഓഫ് ദിസ് ഷേപ്പ് വിത്ത് എ ടിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്താണ്, സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഐറ്റംസ് ഏതൊക്കെയാണോ ഉള്ളത് ആ കിച്ചന്റെ പിക്ചറിലുള്ളത്, അതിനൊക്കെ എന്ത് ചെയ്യുക, ടിക്ക് മാർക്ക് ഇടുക കേട്ടോ. അപ്പൊ ഏതൊക്കെ ഐറ്റംസാ വരിക, കുട്ടികളുടെ കയ്യിലിരിക്കുന്ന കപ്സ് ഒക്കെ എന്താണ്, സിലിണ്ടറിക്കൽ ഷേപ്പ് ആണ്. അവിടെ ഇരിക്കുന്ന എന്താണ് വെസല്, അത് എന്താണ്, സിലിണ്ടറിക്കൽ ഷേപ്പ് ആണ്. ഇവിടെ ഇരിക്കുന്ന ഒരു വേസ്റ്റ് ബിൻ കാണിച്ചിട്ടുണ്ട് അല്ലെ, അതൊരു എന്താണ്, സിലിണ്ടറിക്കൽ ഷേപ്പ് ആണ്. സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഐറ്റംസ് നോക്കുക, ഷെൽഫിന്റെ ഉള്ളിലൊക്കെ ഇരിപ്പുണ്ട്, അതിനൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ടിക്ക് മാർക്ക് ഇടുക കേട്ടോ. അടുത്തത് എന്താണ്, റെക്ടാങ്കുലർ പ്രിസം ആണ് അല്ലെ. മാർക്ക് ദോസ് ഓഫ് ദിസ് ഷേപ്പ് വിത്ത് ക്രോസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതുപോലുള്ള ഐറ്റംസ് ഏതൊക്കെയാണോ നോക്കിയിട്ട് എന്ത് ചെയ്യുക, ക്രോസ് മാർക്ക് ഇടാനാണ് നോക്കുക കേട്ടോ. ആ ഷെൽഫിൽ കണ്ടോ, ഗ്രീൻ കളറിലും അതുപോലെ തന്നെ റെഡ് കളറിലും ഉള്ളതുണ്ട് അല്ലെ. എന്ത് ചെയ്യുക, ക്രോസ് മാർക്ക് ഇടുക. അതുപോലെയുള്ള ഐറ്റംസ് നോക്കൂ, ഇതൊക്കെ എന്താണ്, ട്രയാങ്കുലർ പ്രിസം ഷേപ്പ് ആണ് അല്ലെ. ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ക്രോസ് മാർക്ക് ഇടുക കേട്ടോ. വാട്ട് അതർ ഷേപ്സ് ആർ ദർ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ. ബാക്കി ഏതൊക്കെ ഷേപ്സ് ഉണ്ട് അവിടെ എന്ന് ചോദിച്ചിട്ടുണ്ട്, അത് നോക്കുക. ഏതൊക്കെ ഷേപ്സ് ആണുള്ളത്, സർക്കിൾ ഷേപ്പിൽ ഐറ്റംസ് ഉണ്ട്, റെക്ടാങ്കിൾ ഷേപ്പിൽ ഐറ്റംസ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്, ട്രയാങ്കിൾ ഷേപ്പിൽ ഐറ്റംസ് ഉണ്ട്. നോക്കുക കേട്ടോ ഏതൊക്കെ ഷേപ്സ് ഉള്ളത് എന്ന്. അത് ഡിഫറൻസസ് ബിറ്റ്വീൻ ദീസ് ടു ഷേപ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ. അതായത് ക്യൂബോയിഡ് ഷേപ്പിന്റെയും അതുപോലെ തന്നെ സിലിണ്ടറിക്കൽ ഷേപ്പിന്റെയും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെ പറയാം, നമുക്ക് രണ്ട് ഷേപ്സ് തന്നിട്ട് ചോദിച്ചുകൊണ്ട് നമുക്ക് പറയാം, ദ ഫസ്റ്റ് വൺ ഈസ് എന്തെന്ന് പറയാം, ക്യൂബോയിഡ് ഷേപ്പ്. ദ സെക്കൻഡ് വൺ ഈസ് എന്തെന്ന് പറയാം, നമുക്ക് സിലിണ്ടറിക്കൽ ഷേപ്പ് എന്ന് പറയാം കേട്ടോ. അതൊരു പോയിന്റ് ആയിട്ട് പറയാം. പിന്നെ എന്ത് എഴുതാം, ക്യൂബോയിഡിന് നമുക്ക് ബോക്സ്, ഇതുപോലത്തെ ഒരു ക്യൂബോയിഡ് ഷേപ്പിലുള്ള ഒരു ബോക്സ് എടുത്ത് നോക്കാം. നിങ്ങളുടെ പെൻസിൽ ബോക്സ് അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന് എത്ര ഫേസസ് ഉണ്ട് നോക്കുക കേട്ടോ. ഫേസസ് 6 ഫേസസ് ആണ് ഉണ്ടായിരിക്കുക. ക്യൂബോയിഡ് ഹാസ് 6 ഫ്ലാറ്റ് ഫേസസ് ആണ് കേട്ടോ, 6 ഫ്ലാറ്റ് ഫേസസ്. ദെൻ സിലിണ്ടറിക്കൽ ഷേപ്പിൽ കേട്ടോ, സിലിണ്ടറിക്കൽ ഷേപ്പിൽ എങ്ങനെ ഉണ്ടാവുക, മുകളിലും താഴെയും പിന്നെ ഒരു റൗണ്ട് ആയിട്ടുള്ള ഒരു ഫേസും അല്ലെ, ഒറ്റ ഫേസ് ആണുള്ളത്. അപ്പൊ മൊത്തം എത്ര ഫേസസ് ആണ്? സിലിണ്ടറിക്കൽ ഷേപ്പ് ഹാസ് 3 ഫേസസ് ആണ് കേട്ടോ. ക്യൂബോയിഡ് ഹാസ് 8 കോർണേഴ്സ് എന്ന് പറയാം, അതായത് 8 മൂലകളാണ്. കോർണേഴ്സ് എന്ന് പറഞ്ഞാൽ മൂലകൾ കേട്ടോ. ഇതുപോലെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, 8 കോർണേഴ്സ് ഉണ്ട്. ദെൻ സിലിണ്ടറിക്കൽ ഷേപ്പിനോ, സിലിണ്ടറിക്കൽ ഷേപ്പിന് കോർണേഴ്സേ ഇല്ല അല്ലെ, ഇറ്റ് ഹാസ് നോ കോർണേഴ്സ്. ഇനി അടുത്ത പോയിന്റ് നമുക്ക് എന്ത് പറയാം, ക്യൂബോയിഡ് കണ്ടു കഴിഞ്ഞാൽ എന്തുപോലെ, ഇറ്റ് ലുക്സ് ലൈക്ക് എ ബോക്സ് ആണ് അല്ലെ. അപ്പൊ ക്യൂബോയിഡ് ലുക്സ് ലൈക്ക് എ ബോക്സ്. സിലിണ്ടറിക്കൽ ഷേപ്പ് എങ്ങനെയാ കാണുന്നത്, ഇറ്റ് ലുക്സ് ലൈക്ക് എ ക്യാൻ ആണ് അല്ലെ. ഇതൊക്കെയാണ് കേട്ടോ ഡിഫറൻസസ്. അവിടെ കണ്ടോ പിക്ചറില് കുട്ടി എന്താ പറയുന്നത് നോക്കൂ, സീ എ മൗസ് എന്ന് പറയുന്നു അല്ലെ. ആ ആൺകുട്ടി മൗസ് കണ്ടു അല്ലെ. അപ്പൊ പെൺകുട്ടി എന്താ പറയുന്നത്, ഹോ നോ ദ പ്ലേറ്റ്സ് ദ കപ്സ്. എന്താ ഉണ്ടായേ, ദ കപ്പും പ്ലേറ്റ്സും ഒക്കെ തട്ടിയിട്ടിട്ട് കാറ്റ് എന്ത് ചെയ്യാണ്, പൂച്ച എന്ത് ചെയ്യാണ്, എലീനെ പിടിക്കാൻ വേണ്ടി ഓടുകയാണല്ലേ. ദ കാറ്റ് റാൻ ഔട്ട് നോക്കിംഗ് ഓവർ എവറിത്തിങ്. എന്താണ്, പൂച്ച എല്ലാം തട്ടി മറിച്ചിട്ടിട്ട് ഓടിപ്പോയി എന്നല്ലേ.
നമിത് ഫോളോഡ് ദ കാറ്റ്. നമിത് പൂച്ചേനെ പിന്തുടർന്നു. മൗസ് ആൻഡ് കാറ്റ്. ഇവിടെ കണ്ടോ 3 എന്താണ് ഷേപ്സ് കാണിച്ചിട്ടുണ്ട്. ഷേപ്സ് ഒക്കെ നമ്മൾ കണ്ടു അല്ലെ, ഏതൊക്കെയാന്ന് നമുക്ക് അറിയാം അല്ലെ. ഫസ്റ്റ് ഷേപ്പ് ഏതാ? സിലിണ്ടറിക്കൽ ഷേപ്പ് ആണ് അല്ലെ. സെക്കൻഡ് വൺ ഏതാ? ക്യൂബോയിഡ് ഷേപ്പ് ആണ്. തേർഡ് വൺ ഏതാണ്? ട്രയാങ്കുലർ പ്രിസം ആണ്. പൂച്ച എലിനെ ഇങ്ങനെ ഓടിക്കുകയാണ് അല്ലെ. കണ്ടോ, സിലിണ്ടറിക്കൽ ഷേപ്പിലൂടെ ഓടിച്ചു. പിന്നെ കണ്ടോ എലി എവിടേക്കാ പോയി? ക്യൂബോയിഡ് ഷേപ്പിന്റെ ഉള്ളിലൂടെ ഓടുന്നത് കാണാം. പിന്നെ ട്രയാങ്കുലർ പ്രിസം ഷേപ്പിന്റെ ഉള്ളിൽ കൂടെ ഓടുന്നത് കാണാം കേട്ടോ. വിൽ ദ കാറ്റ് ക്യാച്ച് ദ മൗസ്? Namit, Nihara and their friends crept through the holes like the cat did. Which shape is easier to creep through? പൂച്ച ചെയ്ത പോലെ തന്നെ നമിത്തും നിഹാരയും അവരുടെ ഫ്രണ്ട്സും ഈ ദ്വാരത്തിലൂടെ നുഴയാൻ എളുപ്പം ഏത് ഷേപ്പ് ആണെന്നാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അത് ഏതായിരിക്കും? ഫസ്റ്റ് ഷേപ്പ് അല്ലെ, അതായത് സിലിണ്ടറിക്കൽ ഷേപ്പിൽ അല്ലെ. Which shape is easier to creep through? ഏത് ഷേപ്പാണ്? സിലിണ്ടറിക്കൽ ഷേപ്പ് ഈസ് മോർ ഈസിയർ. അറേഞ്ച് ദ ഡിഷസ്. പാത്രങ്ങൾ അടുക്കി വെക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഡിഷസ് എന്ന് പറഞ്ഞാല് പാത്രങ്ങൾ കേട്ടോ. നേരത്തെ കാറ്റും മൗസും കൂടി ചേർന്ന് കുറെ പാത്രങ്ങളൊക്കെ തട്ടിയിട്ടില്ലേ, കാറ്റ് തട്ടിയിട്ടത് കാണിച്ചല്ലോ. ആ പാത്രങ്ങളെല്ലാം നിഹാരയും നമിത്തും കൂടി അടുക്കി വെക്കുന്നതാണ് കേട്ടോ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. സി ഹൗ നിഹാര ആൻഡ് നമിത് അറേഞ്ച് ദ ഡിഷസ്. നിഹാരയും നമിത്തും കൂടി എങ്ങനെയാണ് ഈ പാത്രങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നത് എന്ന് നോക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അവിടെ കാണിച്ചിട്ടുണ്ട് അല്ലെ. എന്താണ്? ഒരേ ഷേപ്പിലുള്ള ഐറ്റംസ് എല്ലാം ഈ രീതിക്കാണല്ലേ അടുക്കി വെച്ചിരിക്കുന്നത്, ഒന്നിനു മേലെ ഒന്നായിട്ട്. ഇൻ യുവർ കിച്ചൺ ആൾസോ ദർ ആർ ഓൾ കൈൻഡ്സ് ഓഫ് ഡിഷസ്. അതായത് നിങ്ങളുടെ അടുക്കളയിലും എന്താണ് എല്ലാ തരത്തിലുള്ള പാത്രങ്ങളും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അറേഞ്ച് ദം ലൈക്ക് ദിസ്. ഇതുപോലെ അപ്പൊ ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ദോസ് ഓഫ് ദ സെയിം ഷേപ്പ് ടുഗദർ. എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്? ഈ രൂപത്തിലുള്ള എന്താണ് ഡിഷസ് എല്ലാം ഒരുപോലെ വെച്ചിട്ട് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യേണ്ട ഒരു വർക്കാണ് കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കണേ. സി ദ തിങ്സ് ഇൻ വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ഈച്ച്. ഏതൊക്കെ രൂപങ്ങളാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെ രൂപങ്ങളാണ്? അവിടെ കണ്ടോ ടേബിളിൽ കുറെ ഡിഷസ് കൊടുത്തിട്ടുണ്ട് അല്ലെ, പാത്രങ്ങള്. ഏതൊക്കെ ഷേപ്പിലുള്ളത്? റെക്ടാങ്കിൾ ഷേപ്പിലുണ്ട്. റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാല് ഇതല്ലേ 4 സൈഡ്സ് ഉള്ളത്. ദെൻ ട്രയാങ്കിൾ ഷേപ്പ് ഉണ്ട്. ട്രയാങ്കിൾ ഷേപ്പ് ഏതാ? ഇതല്ലേ 3 സൈഡ്സ് ഉള്ളത് അല്ലേ. ദെൻ സർക്കിൾ എങ്ങനെയാ? സർക്കിൾ ഹാസ് നോ സൈഡ്സ് അല്ലെ, ഒരു സൈഡും ഇല്ലാതെ വട്ടത്തിലുള്ളതിന് സർക്കിൾ എന്ന് പറയുന്നു. അതറിയാലോ. അപ്പൊ ഇതിലുള്ള ഐറ്റംസ് ഏതൊക്കെ ഷേപ്പിലുള്ളത്? റെക്ടാങ്കിൾ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്, സർക്കിൾ ഉണ്ട് അല്ലെ. വിച്ച് ഷേപ്പ് ഡു യു സീ ദ മോസ്റ്റ്? പുട്ട് ടിക്ക് മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് ഏത് ഷേപ്പിലുള്ള ഐറ്റം ആണെന്നാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഏത് ഷേപ്പിലുള്ള സാധനമാണെന്നാ ചോദിച്ചിരിക്കുന്നത്. അതിന് ടിക്ക് മാർക്ക് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ഷേപ്പിലും എത്ര ഡിഷസ് ഉണ്ട് എന്ന് നമ്മൾ കണ്ടെത്തണം അല്ലെ. നമ്പർ ഓഫ് ഡിഷസ് ഓഫ് ദിസ് ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഷേപ്പ് നമുക്കറിയാലോ. എന്ത് ഷേപ്പ് അത്? റെക്ടാങ്കിൾ അല്ലെ. ഡിഷസ് ഉണ്ട് നോക്കൂ. 1 2 3. 3 അല്ലേ ഉള്ളത്? 3 എന്ന് എഴുതാം. ഈ നമ്പർ ഓഫ് ഡിഷസ് ഓഫ് ദിസ് ഷേപ്പ്, അതായത് ട്രയാങ്കിൾ ഷേപ്പ് അല്ലെ. ട്രയാങ്കിൾ ഷേപ്പിൽ എത്ര ഡിഷസ് ഉള്ളത്? 1 2 3 4 അല്ലേ ഉള്ളത്? 4 എന്ന് എഴുതാം. ദ നമ്പർ ഓഫ് ഡിഷസ് ഓഫ് ദിസ് ഷേപ്പ്. ഈ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? സർക്കിൾ ആണ് അല്ലെ. സർക്കിൾ ഷേപ്പിൽ എത്ര ഐറ്റംസ് ഉള്ളത്? എത്ര ഡിഷസ് ഉള്ളത്? 1 2 3 4 5. 5 പ്ലേറ്റ്സ് ഉണ്ട്. പിന്നെ 6 7 8 ആണ് ഉള്ളത് അല്ലെ. ഇവിടെ 5 പ്ലേറ്റ്സും ഉണ്ട്. പിന്നെ 3 ബൗൾസും കാണിച്ചിട്ടുണ്ട് അല്ലെ, സർക്കിൾ ഷേപ്പിലല്ലേ. അപ്പൊ മൊത്തം ടോട്ടൽ എത്ര ഡിഷസ് ഉള്ളത് സർക്കിൾ ഷേപ്പിലുള്ളത്? 8 ആണ് അല്ലെ. അപ്പൊ 8 നിന്ന് എഴുതാം. ഇനി അവിടെയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാലോ. വിച്ച് ഷേപ്പ് ഡു യു സീ ദ മോസ്റ്റ്? കൂടുതലായിട്ട് കാണുന്നത് ഏത് ഷേപ്പിലുള്ള? സർക്കിൾ ഷേപ്പിലുള്ള ഡിഷസ് ആണ് അല്ലെ. അപ്പൊ അതിന് ടിക്ക് മാർക്ക് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ടിക്ക് മാർക്ക് ഇടുക കേട്ടോ. ഇനി ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? നെക്സ്റ്റ് എന്താണ്? ഇവിടെ റെക്ടാങ്കിളും ട്രയാങ്കിളും കാണിച്ചിട്ടുണ്ട്. ആർ ദർ എനി വിത്ത് ബോത്ത് ദീസ് ഷേപ്സ് ടുഗദർ? ഈ 2 ഷേപ്സും കൂടി ചേർന്നിട്ട് വല്ല ഐറ്റംസും ഉണ്ടോ? ഇല്ലല്ലോ. ഇനി എന്താ പറയുക? ഡ്രോ എ പിക്ചർ ജോയിനിങ് 2 ഷേപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് ഈ 2 ഷേപ്സ് ജോയിൻ ചെയ്തിട്ട് കൂട്ടിയിട്ട് ഒരു ചിത്രം വരയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇതുപോലെ വരച്ചു കൊടുക്കുക കേട്ടോ. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ യൂണിറ്റിലെ ബാക്കി പോർഷൻസ് നോക്കാം. ഓക്കെ, ബൈ.